ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചെറിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു ഉത്സവം സംബന്ധിച്ച് യാദൃശ്ചികമായിട്ട് കണ്ട കുറച്ച് വീഡിയോ പകർത്തിയായിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ സിസ്റ്ററിലൂടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഉത്സവമാണെന്നും. ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ഉത്സവമായിരിക്കുന്നു. പക്ഷേ നമ്മൾ ഞെട്ടിപ്പോയി. എന്താ പറയുക, ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഉത്സവം നമ്മൾ കാണുന്നതും പങ്കെടുക്കുന്നതും. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പം റോഡ് ബ്ലോക്കായി, അപ്പോൾ പിന്നെ ഉത്സവം കണ്ടിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് അറിഞ്ഞത് 5 കുതിരയെടുപ്പുണ്ടെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ടില്ല, കാണാനായിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടുമില്ല. അപ്പോൾ എന്താ പറയുക, ഭയങ്കരമായൊരു സന്തോഷമുണ്ടായിരുന്നു ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും. നല്ല ജനത്തിരക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ യാതൊരുവിധ ബഹളമോ അടിയോ വഴക്കോ. സാധാരണ ചില ഉത്സവ പറമ്പുകൾ ഭയങ്കരമായ വഴക്കും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. എല്ലാ ജനങ്ങളും നല്ല സ്നേഹത്തോടെയും സഹകരണത്തോടെയാണ് ഈ ഒരു ഉത്സവം നടത്തിക്കൊണ്ട് പോയത്. അപ്പോൾ നമുക്കും ഒരു സന്തോഷമായി. അപ്പോൾ എന്താ പറയുക, ഞാനും ഒരാനയെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരാനയെ വന്നിട്ടുള്ളൂ. അങ്ങനെ പിന്നെ വെടിക്കെട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഉത്സവം നേരിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ നിന്ന് കാണുന്നത്. പക്ഷേ നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ നമ്മൾ ഈ റോഡിലൊക്കെ ഈ ആറാട്ട് പോയി കാണുന്നതല്ലാതെ നമ്മൾ ജീവിതത്തിൽ ഇതുവരെ എന്താ പറയുക അങ്ങനെ പോയി കാണാറില്ല, കണ്ടിട്ടുമില്ല. അപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷം. എൻ്റെ വിവാഹശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എവിടെ ഒരു ഉത്സവം നടന്നാലും വിളിക്കും. പക്ഷേ ഞാനങ്ങനെ നമുക്കത് പോയി ശീലമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ പോകാറുമില്ല. അതാണ് സത്യം. അങ്ങനെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ നന്നായിട്ട് ആസ്വദിച്ചു. മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ടുള്ളൂ അല്ലേ. അപ്പം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു മണിക്കൂറോളം നമ്മളവിടെ ചിലവഴിച്ചായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് റെയിൽവേ ക്രോസ് ആയതുകൊണ്ട് എപ്പോഴും ഈ ഗേറ്റ് അടച്ചിടുന്നുണ്ട്. അപ്പോഴത്തേക്കും വാഹന ഗതാഗതങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. ഒരു വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ വിടുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഉത്സവം കണ്ട് തന്നെ മടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴും എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ചില അമ്പലത്തിൽ ഇങ്ങനെ ഈ 5 കുതിരകൾ ഇങ്ങനെ റൗണ്ട് അടിക്കും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഇത് കണ്ടതും. ചില അമ്പലത്തിലൊക്കെ ഒരു കുതിരയെടുപ്പ് മാത്രമേ ഉള്ളൂ. അത് 3 തവണ റൗണ്ട് എടുത്ത് വരുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 5 കുതിരയെന്ന് പറയുമ്പം അത് സംഭവം തന്നെയാണ്. സത്യം പറഞ്ഞാൽ അത്രയും ഒരെണ്ണം എടുക്കാൻ തന്നെ ഏകദേശം 10-200 പേരുടെ സഹായം ഉണ്ടെങ്കിൽ ഒരു കുതിര മൂവിങ് നടക്കുകയുള്ളൂ. അപ്പം നമുക്ക് ആലോചിക്കില്ല എത്രത്തോളം ജനങ്ങളുണ്ടാവുമെന്ന്. അത് ആ കുലുക്കുന്നതൊക്കെ ഭംഗി വല്ലാത്തൊരു എന്താ പറയുക രസമായിരുന്നു കാണാൻ. അങ്ങനെ ഈ അമ്പലം നമ്മുടെ മുൻപ് ആക്ടറായിരുന്നു, സിനി ആർട്ടിസ്റ്റായിരുന്നു. ഇപ്പം MP ആണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ അമ്പലം, അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് എല്ലാ തവണ വരാറുള്ളതാണ്. എൻ്റെ നാട് ഈ സ്ഥലത്ത് തന്നെയാണ്. അപ്പം എന്താ വിചാരിച്ചു, ഇന്നുവരെ നമ്മുടെ അമ്പലത്തിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. വഞ്ചിക്കോവിലെന്ന് പറഞ്ഞൊരു ക്ഷേത്രം, അവിടെയും വരാറുണ്ട്. അപ്പം ഇന്ന് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അല്ലാതെ എല്ലാ വർഷവും വരും, ഈ ഒരു ഉത്സവ സമയത്ത് വരും. അത് വേറെ ഏതോ ഒരു ഡേറ്റിലാണ്. അവിടെ പോസ്റ്ററൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വായിക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഉത്സവം നമ്മൾ എൻജോയ് ചെയ്തു. മീനഭരണിയാണ്ട് മാക്സിമം എന്താ പറയുക ഒരുവിധപ്പെട്ട അമ്പലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ പരവൂർ വെടിക്കെട്ട് അപകടം നടന്ന പുറ്റിങ്ങൽ ക്ഷേത്രം, അവിടെയും നന്നായിട്ടുള്ള ഉത്സവമായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് പോകാൻ പറ്റിയില്ല. ഇത് കണ്ടിട്ട് വരുന്ന വഴി നമുക്ക് വഴിയിൽ വല്ലതും ഉണ്ടാകാൻ കാണാൻ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും മാക്സിമം എല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ വിധു പ്രതാപിൻ്റെ ഗാനമേള ഉണ്ടെന്നൊക്കെ ഇങ്ങനെ റോഡിലൂടെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് പോകുന്നത് കേട്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ ഗാനമേളയൊന്നും കേൾക്കാൻ ഇതുവരെ പോയിട്ടില്ല. പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മളങ്ങനെ പോകാറില്ല. എന്താ നടക്കുക നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഈ തിക്കും തിരക്കിനിടയിൽ നമ്മൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു വല്ലാത്തൊരു അവസ്ഥയിലായി മാറും. അതുകൊണ്ട് എത്രയും വേഗം നമ്മൾ ഇതൊക്കെ ഈ കുതിരയെടുപ്പിനായിട്ട് എന്താ പറയുക എടുത്തവരാണ് ഈ ജനങ്ങളൊക്കെ.
ഇവരൊക്കെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ട് പോവുകയാണ്. 5 ചേരികൾ ചേർന്നാണ് ഈ ഒരു കുതിരയുടെ കാഴ്ചകൾ റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് 5 പേർക്കും പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വടക്കേയുള്ള ചേരി അങ്ങനെ 1, 2, 3, 4 പേര് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എനിക്കത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഈ വീഡിയോയിൽ ഉണ്ടാകും അത്. അപ്പോഴേ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു വിശേഷം എന്ന് പറയുന്നത്. അപ്പം എന്താ പറയുക, മാക്സിമം ഞങ്ങൾ ലൈഫിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ അങ്ങ് മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പോഴേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. എന്താ പറയുക, ചെറിയൊരു പനിയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് വോയിസിന് ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അപ്പോഴെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോഴേ എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് ഇടാൻ സപ്പോർട്ട് ചെയ്യണം. പിന്നെ കൂടുതൽ വീഡിയോ ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പരിമിതികളുണ്ടല്ലോ. കാര്യം വെച്ചാൽ നമുക്ക് അത്രത്തോളം ഒരു യൂട്യൂബറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ അത് തുടങ്ങി വെച്ചിട്ടില്ല. അതിന് കുറച്ച് എക്സ്പെൻസീവ് നമ്മളെ കയ്യിൽ വേണമല്ലോ. അപ്പം അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ കുഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ എന്താ പറയുക, ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെറിയൊരു വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ നമുക്ക് ഒരുപാട് നമ്മളങ്ങനെ എന്താ പറയുക, വലിയൊരു യൂട്യൂബറായിട്ട് കയറണമെന്നൊന്നും ആഗ്രഹിക്കുന്നത് സാധാരണ ഒരു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സന്തോഷങ്ങൾ പങ്കുവെക്കാനും ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ഒരു ചാനൽ തുടങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും നമ്മൾ ഇതിലൂടെ കാണുന്നില്ല. എന്താ പറയുക, അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ഞാൻ പറയാണ്, സപ്പോർട്ട് ചെയ്യുക. കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും ബായ്.